അങ്ങനെ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, സംഗീതത്തിന്റെ സ്നേഹദീപമേ മിഴി തുറക്കൂ. ജാനകി അമ്മയ്ക്ക് സംഗീത ലോകത്ത് നിന്ന് വിട നൽകുന്നെങ്കിലും ജാനകി അമ്മ ഇവിടുത്തെ മനുഷ്യർ ഉള്ളിടത്തോളം, സംഗീത പ്രേമികൾ ഉള്ളിടത്തോളം അവരുടെ മനസ്സിലൊക്കെ തത്തിക്കളിക്കുന്ന ഈണമായി, പ്രേമത്തിന്റെ ഈണമായി, ദുഃഖത്തിന്റെ ഈണമായി, വിരഹത്തിന്റെ ഈണമായി, വേദനയുടെ, വേർപാടിന്റെ, കാത്തിരിപ്പിന്റെ ഒക്കെ മാധുര്യ ശബ്ദമായി തന്നെ വാനമ്പാടിയായ, തെന്നിന്ത്യൻ വാനമ്പാടിയായ ഹൃദയങ്ങൾ കീഴടക്കിയ ശബ്ദ സൗന്ദര്യം ജാനകി അമ്മ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഓരോ വരികളിൽ നിന്നും, അർത്ഥവത്തായിട്ടുള്ള ഓരോ വരികളിൽ നിന്നും പല യുഗത്തിലുള്ളവർ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച, പല തലമുറയിലുള്ളവർ സംഗീത സംവിധാനം നിർവഹിച്ച, അർത്ഥവത്തായ വരികൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ആ വരികൾ ജാനകിയമ്മയിലൂടെ തന്നെ ജീവിച്ച് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അലയൊലികളായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ജാനകി അമ്മയ്ക്ക് സംഗീത ലോകം വിട നൽകുമ്പോൾ പറയാനുള്ളത്. മലയാളികൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മലയാള ലോകത്ത് നിന്ന് ഏറെ വേദനയോടുകൂടി തന്നെയാണ് ജാനകി അമ്മ വിട പറയുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതാണ്. ചടങ്ങുകൾ ഇനി അല്പ നിമിഷത്തിനകം തന്നെ ചിതയിലേക്ക് മൃതദേഹം വെച്ച് അതിനുശേഷം അഗ്നി പകരുന്ന ചടങ്ങുകളാണ് നടക്കുക. അല്പം മുമ്പ് ഔദ്യോഗിക ബഹുമതികൾ നൽകി ജാനകി അമ്മയ്ക്ക് ഈ ലോകം ആദരവ് നൽകിയിരുന്നു, പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. ഇനി ഈ ആചാര്യന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ, കർമ്മികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. അതിന് ഉള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അവസാനമായി ഉള്ള യാത്ര നൽകിക്കൊണ്ട്, അവസാന യാത്ര നൽകി യാത്രാക്കൂലിയും ഒക്കെ നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ, വായ്ക്കരിയിടുന്ന ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അവസാനം ചെറുമകൾ അപ്സര നിർവഹിച്ച്, കണ്ണീരോടെ നിർവഹിച്ച് ഈ വിട നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ ഈ ജാനകി അമ്മയുടെ ഭൗതിക ദേഹത്തിൽ അഗ്നി പകരാൻ പോകുന്നു, തീ കൊളുത്താൻ പോകുന്നു. അങ്ങനെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത്. നേരത്തെ തന്നെ വലിയ ജനാവലിയാണ് ഈ ഒരു ജാനകി അമ്മയെ അവസാനമായി കണ്ട് യാത്രാമൊഴിയേകുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവരെയൊക്കെ വലിയ രീതിയിൽ തന്നെ ക്രമീകരിച്ച് എല്ലാവർക്കും ഈ സംസ്കാര ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം വലിയ രീതിയിൽ തന്നെ ഒരുക്കി, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. ഇനി ജാനകി അമ്മ സംഗീത ലോകത്ത് ജീവിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം വിട പറഞ്ഞ, അല്ലെങ്കിൽ ഓർമ്മയായി പോകുന്നില്ല. കാരണം ഒരു യുഗത്തിന്റെ തന്നെ ഗായികയാണ്, പല തലമുറയുടെ ഗായികയാണ്. പ്രണയത്തിന്റെ ആയാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാത്തിരിപ്പിന്റെ ആയാലും, നാഥാ നീ വരും കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കുന്ന കാമുകിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ നൊമ്പരമായി, കാത്തിരിപ്പായൊക്കെ ഓരോ മലയാളികളുടെയും അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും നാവിൻ തുമ്പത്ത് എപ്പോഴൊക്കെ ഗാനങ്ങൾ ജനിക്കുന്നുവോ അപ്പോഴൊക്കെ ജാനകി അമ്മ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. ജാനകി അമ്മയ്ക്ക് സംഗീത ലോകത്തിന്റെ വിട, സംഗീത ലോകത്തിന്റെ യാത്രാമൊഴി. പ്രിയ ഗായിക ജാനകി അമ്മയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ, പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകി. അതിനുശേഷമാണ് ചിതയിൽ ചെറുമകൾ അപ്സര തീ കൊളുത്തിയത്. അതിനുശേഷം ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നിർവഹിച്ച ശേഷമാണ് ഇപ്പോൾ ഈ സംസ്കാരം പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുള്ളത്. ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലൊക്കെ ഇനി അതിന്റെ തുടർ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കനിയകുണ്ടിയിലെ ഫാം ഹൗസിൽ പ്രത്യേകം തയ്യാറാക്കിയ ചിതയിലാണ് ജാനകി അമ്മയെ അഗ്നി ഏറ്റുവാങ്ങിയത്. നേരത്തെ ഗാർഡ് ഓഫ് ഓണർ, പോലീസ് ഗാർഡ് ഓഫ് ഓണർ ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പ്രമുഖർ, സാംസ്കാരിക, സിനിമാ മേഖലയിലെ, രാഷ്ട്രീയ മേഖലയിലെ, അല്ലെങ്കിൽ മറ്റ് വിവിധ തുറകളിൽ നിന്നുള്ള സാധാരണക്കാരുള്ളവർ, സംഗീത പ്രേമികൾ ഒക്കെ ജാനകി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുവാനും യാത്രാമൊഴി ഏകുന്നതിനും ആണ് ഇവിടേക്ക് ഒഴുകിയെത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്.